വിലപ്പെട്ട ആലോചന നമ്മൾ കേട്ടത്. It's with the great honor and with great joy we have heard the word of God. ഈ പ്രഭാതം വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. Today morning we will be in the presence of the God with greatest prayer. ഇന്ന് രാവിലെ ആമേൻ സമയം ശുശ്രൂഷിക്കാൻ വേണ്ടി കയറിയപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് രാവിലെ സമയം ഒരു ആലോചന ഇങ്ങനെ പറഞ്ഞു. In the morning when I went to Ernakulam for preaching, the Holy Spirit spoke to me. അതെങ്ങനെയായിരുന്നു? നമുക്കറിയാം വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ഒരു കൊച്ചു ചരിത്രം. It was in such a way that the story of Abraham came to my heart. വിശ്വാസത്തിന്റെ പിതാവായ അബ്രഹാമിനെ ദൈവം സന്ദർശിച്ച ഒരു സന്ദർശന വേള വേദപുസ്തകത്തിനകത്തുണ്ട്. It was about the visitation of God to the Abraham. ആമേൻ. അബ്രഹാം നമുക്കറിയാം വലിയ വാഗ്ദത്തം ചുമന്നുകൊണ്ട് നടന്ന ഒരു മനുഷ്യനാണ്. Abraham was carrying a biggest promise. വിശ്വാസത്തിന് വേണ്ടി നിന്ന ഒരു മനുഷ്യനാണ് അബ്രഹാം. He was a man who stand for faith. എന്നാൽ തന്റെ ഭവനത്തിനകത്ത് വളരെ നാളുകളായി കേട്ട വാഗ്ദത്തത്തിന്റെ ഡിലേ താമസം വന്നത് തന്റെ അകത്ത് ഒരുപാട് സംശയത്തിന് കാരണമായി. But in his family, in his life, the promises was delayed too much. വാഗ്ദത്തം വൈകുമ്പോൾ ഏതൊരു ഭക്തന്റെയും ഹൃദയത്തിനകത്തൊരു സംശയം ഉദിക്കും. In such a way, when the promise delayed, there will be a doubt in the heart of our എന്നാൽ അബ്രഹാം സംശയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ ഇതാ അബ്രഹാമിന്റെ കണ്ണുകളിൽ പതിഞ്ഞൊരു കാഴ്ചയുണ്ട്. 3 അവൻ സഹോദരങ്ങൾ തന്റെ ഭവനത്തിന്റെ നേരെ നടന്നു വരികയാണ്. When Abraham was doubting about his promises, he saw a vision that 3 persons coming to his house. തന്റെ ഭവനത്തിന്റെ നേരെ വന്ന സഹോദരങ്ങൾ ദൈവദൂതന്മാരാണോ വാസ്തവത്തിൽ ദൈവമാണോ എന്നും ഒന്നറിഞ്ഞല്ല അബ്രഹാം ഓടിച്ചെല്ലുന്നത്. He don't know, he was not aware about who has come to his house, but believing them, he went to them. അബ്രഹാമിനെ അവിടേക്ക് ഓടിച്ചു കൊണ്ടുചെല്ലുവാൻ അതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. കഴിഞ്ഞ 25 വർഷമായി ആരിലൂടെയാണ്, ഏത് വ്യക്തിയിലൂടെയാണ് എന്റെ വാഗ്ദത്തം കേറി വരുന്നത് എന്ന് കണ്ടുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുക. The power was driven Abraham to this person was the faith inside him that deliverance should happen at any time. ദൈവത്തിന്റെ വാഗ്ദത്തം കേട്ട ഓരോ ദൈവ പൈതലിനോടും ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനൊരു ദൂത് പറയാനുണ്ട്. To the people of God who has heard the promise of God. ഓരോ ദൈവദാസന്മാരും വന്നു കയറുമ്പോൾ നിന്റെ അകത്ത് പ്രത്യാശ വർദ്ധിക്കണം. When each and every preacher speaks to you, the faith should increase in your heart. ഓരോ ദൈവഭക്തന്മാരും കാഴ്ചവെട് വെക്കുമ്പോൾ നിന്റെ അകത്ത് പ്രത്യാശ വർദ്ധിച്ചിട്ട് പറയണം, ഇന്ന് എന്റെ പ്രോമിസിന്റെ ദിവസമാക്കി ദൈവം മാറ്റും. When the pastors support for you for the word of God, the faith should increase, and you said, today morning, to this day, I will see my promise. അബ്രഹാം എല്ലാ ദിവസവും കൂടാരവാതിക്കൽ ഇരിക്കുമ്പോൾ എവിടേക്കോ നോക്കുന്നുണ്ട്, ആരൊക്കെയോ നോക്കുന്നുണ്ട്, എന്തിനൊക്കെയോ നോക്കുന്നുണ്ട്. ഞാൻ ചോദിക്കും, അബ്രഹാമേ, എല്ലാ ദിവസവും നീ നോക്കുന്നത് ആരെയാ നീ ശ്രദ്ധിക്കുന്നത്? അബ്രഹാമിന് മറുപടി, എന്നോട് വാഗ്ദത്തം ചെയ്തൊരു ദൈവമുണ്ട്, അതിനെ നിവർത്തിക്ക് വേണ്ടി കാത്തുകൊണ്ടിരിക്കുക. Every day you can see Abraham is waiting for someone. If you ask Abraham, whom you are looking for, will say, there's a God who has promised me, I'm waiting for him. ദൈവ പൈതലേ, നിന്നോട് ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടോ? ഇതാ നിന്റെ കൂടാരവാതിക്കലേക്ക് വാഗ്ദത്തം ഉറപ്പിക്കാൻ എന്റെ ദൈവം ഇന്ന് പകൽ നടക്കുകയാണ്. Oh, the child of God, if God has promised you and the God is coming to your house front to fulfill his promises. Hallelujah. Hallelujah. ഒരൊറ്റ വാഗ്ദത്തം പോലും ഡിലേ ആയി പോകാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന് ഇന്ന് പ്രഭാതത്തിൽ ആത്മാവിനോട് ദൂത് പറഞ്ഞു. He will never allow any of the promise to be unfailed, and is reconfirming today morning. Hallelujah. Hallelujah. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവജനത്തോട് വിളിച്ചു പറയുന്നു, നിന്റെ വാഗ്ദത്തത്തിനെതിരെ നിൽക്കുന്ന ചില വമ്പൻ ശക്തികളുടെ മേൽ ദൈവത്തിന്റെ കരത്തിന്റെ വല്ലഭത്വം വെളിപ്പെടാൻ പോകുകയാണ്. We declare victory. Will be unveiled tonight. Amen. Amen. Hallelujah. അബ്രഹാം നോക്കി നിൽക്കുന്നത് ആ വാഗ്ദത്തം ഏത് വഴിയാ വരുന്നത്? Abraham was looking through which way my promise should come. Amen. Amen. താൻ നോക്കി നിൽക്കുമ്പോൾ ഇതാ 3 ബാലന്മാർ, 3 വ്യക്തിത്വങ്ങൾ ഭവനത്തിന് നേരെ വരികയാണ്. When he was watching, he can see 3 personalities coming towards his house. ഒരു ദൂതൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയാം, I want to share one more promise with you. വാഗ്ദത്തമുള്ളവൻ, those who have promise, പിടിച്ചു മേടിച്ചേക്കണം. they will claim it. Yes. Yes, in Jesus' name. I receive. Yes, I receive. അത് റിസീവ് ചെയ്യണം. You have to receive it.
വാഗ്ദത്തമുള്ളവൻ വെറുതെ ഇരിക്കരുത്. വാഗ്ദത്തം കേട്ടവൻ വെറുതെ ഇരിക്കരുത്. വാഗ്ദത്തം പ്രാപിച്ചവൻ വെറുതെ ഇരിക്കരുത്. എത്ര പേർ ഇന്ന് പറയും അത് ഞാൻ പിടിക്കാൻ പോകുക, അത് ഞാൻ തിരിച്ചു പിടിക്കാൻ പോകുക. Shabala rabala rabasikala ragadana ribana rahalkana ragadana ribal kadana rabasakala rana ribaba baba baba sikala ragadana udajana rababa baba baba. Amen. Amen. Praise Allah. ബഹു സമ്പന്നനാണ് അബ്രഹാം. Abraham was multi rich. അബ്രഹാം ആ ദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനാണ്. He was the richest in the whole land. ഈ ലോകപ്രകാരം തന്റെ വീട്ടിലില്ലാത്തതൊന്നുമില്ല. According to our estimation, there's nothing that was lacking in his house. ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു സർവന്റ് ഉണ്ടെങ്കിൽ അബ്രഹാമിന്റെ വീട്ടിൽ 317 സർവന്റുമാരാണ്. If somebody is having one servant, Abraham is having 17 servants. അപ്പൊ തനിക്കും കുടുംബത്തിനും പാർക്കാൻ ഇത്രയും വീട്, സർവന്റ് താമസിക്കാൻ എത്ര വലിയ വീടാ, കൂടാരമാ അബ്രഹാമിന്റെ കൂടാരം. If we arrange only for a shelter for servants, that should be so big. എന്നാൽ ഇതൊന്നും അബ്രഹാമിനെ തൊട്ടിട്ടില്ല. But nothing has touched Abraham. ഇതൊന്നും അബ്രഹാമിനെ, Nothing of these things have touched Abraham. തമിഴ്പാസ് എന്റെ അകത്ത് കത്തിയൊരു ദൂത്യം പറയാം. Let me share one message to touch my heart. ഉൽപ്പത്തി വായിക്കണ്ട, ഉൽപ്പത്തി 13 ഒരു വാക്യമുണ്ട്. It's in the book of Genesis. അവൻ വെള്ളി, സ്വർണം, കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രാം ബഹുസമ്പന്നനായിരുന്നു. He was rich in cattle, he was rich in gold, he was rich in silver. ഇതിലെല്ലാം അബ്രഹാം സമ്പന്നനാണ്. He was rich in everything. പക്ഷേ അബ്രഹാം ഇതിലല്ല നോട്ടം. But Abraham doesn't look at it. അബ്രഹാം പുറത്തോട്ടാണ് നോക്കുന്നത്. He was looking outside. പറഞ്ഞത് കിട്ടിയിട്ടില്ല. He was waiting for promise. പറഞ്ഞത് കിട്ടിയിട്ടില്ല. He had to receive his ദൈവം promise. അരുളി ചെയ്തത് കിട്ടിയിട്ടില്ല. In the morning. ദൈവം തരാമെന്ന് പറഞ്ഞ കിട്ടിയിട്ടില്ല. He has promised. അത് ഇന്ന് ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുക. Do it for you. അത് ഇന്നത്തെ ദിവസമാണ്. ഈ പകൽ ദൈവം ചെയ്യും. Today he will do it for ഈ you. പകൽ ദൈവം ചെയ്യും. Today he will do it for അത് you. ഇന്നത്തെ ദിവസമാണ്. He is doing it for you. Wow. This is the day. Praise God. Praise God. Praise God. Oh, Rikana Sakalana Dal Rekene Sandoro Kolo Ropana Raseke Handal Kanatala Rabaseke Le Rekene അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്ന ദൈവജനത്തിന് നടുവിൽ അസാധാരണമായ ദൈവശക്തി ഈ പകൽ വ്യാപരിക്കുമ്പോൾ നിന്റെ വാഗ്ദത്തത്തിനെതിരെ നിന്ന ചില ശക്തികളുടെ മേൽ ദൈവദൂതന്മാർ ഇറങ്ങി ഇന്ന് പകൽക്കാലം വെട്ടിമാറ്റാൻ പോകുകയോ. Oh, Ribana Raba Sekele Rabana Handal Kanatala Raba Sekele Rekene. God, we praise, we praise, we praise. സൗരമാരെ, Brothers, കൽദയ ദേശത്ത് താമസിച്ച അബ്രഹാമിന് Abraham was stayed in the land of Chaldeans. 250-300 സ്ക്വയർ ഫീറ്റിൽ അധികം വിഗ്രഹത്തെ ഉണ്ടാക്കി വെക്കാൻ സ്ഥലമില്ലാതിരുന്നവനാണ്. That land was complete filled with idols. എന്നാൽ അതിനകത്തൊന്ന് വിളിച്ചുകൊണ്ടുവന്ന് ഇത്രയും നന്മ കൊടുത്തിട്ടും And God has brought him out of these idols and blessed him. അബ്രഹാം അതിലല്ല നോക്കുന്നേ. And still he is not അബ്രഹാം പിന്നെ നോക്കി. looking at blessing. He is still waiting for something great. He is still waiting for something great. Praise God. Praise God. Praise God. Praise God. Hallelujah. Praise God. Hallelujah. Hallelujah. അബ്രഹാം തലപൊക്കി നോക്കി. He lifted his head and looked. 3 ദൈവപുരുഷന്മാർ വന്നു നിൽക്കുന്നു. He could see 3 men of God. ദൈവമക്കളെ, ഞാനൊരു സത്യം ഞാൻ നിങ്ങളോട് പറയാം, വേദപുസ്തക ചരിത്രം വെച്ചുകൊണ്ട് പറയാം. Let me share something according to the Bible. ഒരു നോർമൽ വ്യക്തികളായിട്ടാണ് അവർ 3 പേരും അബ്രഹാമിന്റെ വീട്ടിൽ വന്നത്.
This 3% came to Abraham as a common man. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലെ തോമാസ് വന്നു, അവിടുത്തെ വീട്ടിലെ മർക്കൂസേട്ടൻ വന്നു, അവിടുത്തെ വീട്ടിലെ ജോർജ് ഏട്ടൻ വന്നു എന്ന് പറയാൻ പറ്റുന്ന ഒരു പരുവത്തിൽ അവർ വന്നേ. If I share in our language, it's like somebody of some of neighbors has come to us. അവിടെ തലയിൽ വലിയ വെളിച്ചമൊന്നും അബ്രഹാം കണ്ടില്ല. There was no aura around them. പക്ഷേ അബ്രഹാമിന്റെ കാഴ്ചപ്പാട് ആരിലൂടെയാ ഇത് വരുന്നെന്ന് അറിയത്തില്ല. But Abraham was waiting for whom it should ഒരു come. ദൂത് ഞാൻ നിങ്ങളോട് പറയാം. നിന്റെ വിടുതൽ ദൈവം വെച്ചിരിക്കുന്നത് ഭയങ്കര പൊസിഷൻ ഒരു വ്യക്തിയോട് ആയിരിക്കത്തില്ല. Let me share the promise. The deliverance for you. It's not the expected way you have expected. It may come in a simple way. Praise God. Amen. 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 നാം ചിന്തിക്കുന്നത് എന്റെ വാഗ്ദത്തം വെച്ചിരിക്കുന്നത് ഒരു രാജാവിന്റെ കയ്യിലാണ്. We say to ourselves, my deliverance should come from a king. ഒരിക്കലുമല്ല. Not. എന്നോട് ദൈവം പറഞ്ഞു, നീ വിദേശ രാജ്യങ്ങൾ പോകും. My God told me that I'll be sent to പല രാജ്യങ്ങൾ പോയി ശുശ്രൂഷിക്കും. to many countries for preaching. ഞാനപ്പോ അമേരിക്കയിൽ നിന്ന് ഒരാൾ വരുമ്പോ, So when an American come to me, സ്പെയിനിൽ നിന്ന് ഒരാൾ വരുമ്പോ, so when somebody comes from Spain, യൂറോപ്പിൽ നിന്ന് ഒരാൾ വരുമ്പോ, when somebody comes from Europe, അയ്യോ അവനെ വളരെ പരിചരിക്കും. I used to treat them very well. സ്തോത്രം, അവന് വേണ്ടി സമയം ഒരുപാട് ചെലവഴിക്കും. I used to spend much time for them. അയ്യോ ഇവനായിരിക്കും എന്നെ വിസ എടുത്ത് കൊണ്ടുപോകുന്നത്. Maybe this may be the person who might പക്ഷേ take me abroad. എനിക്ക് വിസ എടുത്ത് തന്നത് 75 വയസ്സുള്ള ഒരു അമ്മച്ചിയാ. But you know, it was a 75-year-old lady ഒരു പണിയുമില്ലാതെ, who gave me a first ഒരു visa ജോലിയില്ലാതെ, without any job. റിട്ടയർഡ് ആയിട്ട് She വീട്ടിലിരിക്കുന്ന was retired. ഒരു അമ്മച്ചിയാ എന്നെ 19 വർഷം മുമ്പ് ദുബായി കൊണ്ടുപോണേ. Before 19 years, she's the first one who took me to Dubai. Amen. Amen. ദൂത മനസ്സിലായോ? ആരോടോ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ ലക്ഷ്യം വെച്ചിരിക്കുന്ന വ്യക്തിയിലൂടെയല്ല അവൻ ചില വിടുതലുകൾ ദൈവം ചെയ്യാൻ പോകുന്നത്. നീ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളിലൂടെ നിന്റെ ചില വാഗ്ദത്തം നിവർത്തികൾ ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവയാം ദൈവം ദൂത പറയുന്നു. Your promise will be fulfilled to a person who never expected. He may be simple, but believe in the God who will work for you. Amen. Amen. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളിലൂടെ നിങ്ങളുടെ പ്രോമിസ് ദൈവം നിവർത്തിയാക്കും. From the unexpected, He will fulfill your promise. Amen. Amen. അബ്രഹാം ആളും പൊക്കവും വണ്ണമൊന്നും നോക്കിയില്ല, ഓടിച്ചെന്നു നിലം വരെ കുനിഞ്ഞു. Abraham did not look at the size. He went forward and bowed down. ദൈവപൈതലേ, നമ്മുടെ അനുഗ്രഹത്തിന്റെ ഒരു പടി ഇതിനകത്തുണ്ട്. You know, Amen. Our blessing is hidden in this. ഇത്രയും അനുഗ്രഹം അബ്രഹാമിന് കേറിയിട്ടും അതവനെ തലയെ തൊട്ടിട്ടില്ല. Even though Abraham so much blessed, he was still humble. അമ്മേ, എന്നെ ചിന്തിപ്പിച്ചൊരു വാക്യമുണ്ട്. ദൈവം ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അബ്രഹാമോട് പറയും, അബ്രഹാമേ തല ഉയർത്തി നോക്ക്. At times God used to speak to Abraham, said, അബ്രഹാമേ തല പൊക്കി നോക്ക്. Abraham, lift your head and look at me. അങ്ങനെ ഒരു 5 പ്രാവശ്യം ദൈവം തല പൊക്കിച്ചാൽ നമ്മൾ തന്നെ അറിയാതെ തല പൊക്കും. If God speaks to us 5 times, we ourselves will feel proud. സ്തോത്രം. ഞാനൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. എന്റെ ജനറൽ മാനേജർ 10 പ്രാവശ്യം എനിക്കൊരു തലക്കനം തന്നാൽ 11ാമത്തെ പ്രാവശ്യം പൊക്കാതെ ഞാൻ തലപൊക്കും. When I'm working in an office and my manager is praising me for 10 times, 11th time I'll be automatically feeling. എന്നാൽ അബ്രഹാം സാധാരണക്കാരന് മുമ്പിൽ തല ഉനിച്ചെന്ന്. But still Abraham had bowed down his head before common man. നിന്റെ അനുഗ്രഹം ഇരിക്കുന്നത് അവിടെയാ. ഒന്ന് കുനിയണം സഹോദര, നീ ഒന്ന് കുനിയണം സഹോദര, നിന്റെ പൊസിഷൻ മാറ്റണം സഹോദര. ആരുമാകട്ടെ ഒന്ന് കൈയടിച്ച് ആരാധിക്കാൻ പറഞ്ഞാൽ, ഒന്ന് കരമടിച്ച് ആരാധിപ്പാൻ, ഒന്ന് നൃത്തം ചെയ്യാൻ പറഞ്ഞാൽ ഒന്ന് നൃത്തം ചെയ്യാൻ, ഒന്ന് ആർപ്പിടാൻ പറഞ്ഞാൽ ഒന്ന് ആർപ്പിടാൻ. Your blessing is in your humbleness. Your blessing Praise is in God. obedience. If you're ready to do it, and the God will fulfill your promise. Hallelujah. Hallelujah. അവിടെയാണ് അനുഗ്രഹം ഇരിക്കുന്നത്. And there lies your blessings. Praise God. Amen. സാറ വേണേ ചോദിച്ചു കാണും, മനുഷ്യ നിങ്ങൾക്ക് നാണമില്ലേ? Sarah would have asked Abraham, aren't you ashamed? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? Why are you doing so? താങ്കളുടെ പൊസിഷൻ മാറിയില്ലേ? Don't you look at your problem? താങ്കളുടെ നിലവാരം മാറിയില്ലേ? Your dignity changed. ഇത് ഊരേതാ അവൻ ആരാ ഒന്നും അറിയാത്തവന് മുമ്പിൽ പോയി കുമ്പിടേണ്ട വല്ല ആവശ്യമുണ്ടോ? You know nothing about these people and still are bowing down before them. പക്ഷെ അബ്രഹാമിന് മറുപടി, എന്റെ നോട്ടം വാഗ്ദത്തമാണ്. Abraham's reply is, I look at my promise. Amen. Amen. ഒരു ദൂത് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇരുന്നേറ്റിരിക്കുന്ന ദൈവമക്കളോട് പറയുന്നു. Today morning the Holy Spirit speaks to me. നിന്റെ ഹൃദയം ദൈവസന്നിധി താഴണം. Your heart should be humble before the Lord.
വീണ്ടും വീണ്ടും ആത്മാ പറയുന്നു, നിങ്ങൾ ആരാകട്ടെ, ഏത് വ്യക്തിയാകട്ടെ, നിങ്ങൾക്ക് എത്ര ഏക്കറുണ്ട്, നിങ്ങൾക്ക് എത്ര സെന്റ് ഉണ്ട്, എത്ര മാളികയുണ്ട്, ഇതൊന്നും തമ്പുരാന്റെ മുമ്പിൽ സീറോയാ കുഞ്ഞെ, നീ ഹൃദയം താന്നേ പറ്റൂ. നീ ആരാണേലും ദൈവത്തിന് താഴ്മ ധരിക്കേ പറ്റൂ. അവിടെയാണ് നന്മ ഇരിക്കുന്നത്, അവിടെയാണ് അനുഗ്രഹം ഇരിക്കുന്നത്. അബ്രഹാമിന്റെ വാഗ്ദത്തത്തിന്റെ അനുഗ്രഹം അവിടെയോ. Amen. Whoever you are, wherever you are from, humble before the God, and there lies the promise, the promise. Hallelujah. Amen. അവൻ നിലം വരെ കുനിഞ്ഞു, And he bowed down, വീണു, fell down. സ്തോത്രം. Amen. ഒരാൾ മറ്റയാളുടെ കാല് കഴുകണമെങ്കിൽ മറ്റവൻ യജമാനനും ഇവൻ ദാസനുമാകണം. If somebody wants to wash somebody's feet, then the അബ്രഹാം washing person, വെള്ളം എടുത്തോണ്ട് ഒന്ന് വെച്ചിട്ട് കാല് കഴുകാൻ തുടങ്ങി. he brought some water and washed the visitor's feet. ആ കാല് കഴുകുന്നതിനിടക്ക് ആ അബ്രഹാമിനെ ഒന്ന് വിളിച്ചു മാറ്റി നിർത്തിയിട്ട് ചോദിക്കുക, അബ്രഹാമേ, ഇതാരെന്ന് ഓർത്താ ഈ കാല് കഴുകുന്നേ? When Abraham was washing the feet, somebody asked him, Abraham, do you know who are they? അബ്രഹാം പറയും, ആരാന്ന് എനിക്കറിയത്തില്ല, ആരാണേലും വാഗ്ദത്തം കിട്ടിയ. Abraham said, I don't care who are they, whoever it is, I'm just scared about my promises. Hallelujah. Hallelujah. കാല് കഴുകി, He washed their feet. ഉടനെ ഒറ്റ വിളി, Immediately there was a call. ബാല്യക്കാരനെ വിളിച്ചു, He called us. വേഗം ചെന്ന് ഒരു Immediately, പശുവിനെ എടുത്ത് അറുത്ത ഇറച്ചി ഉണ്ടാക്കി വേഗം കൊണ്ടുവാ. you prepare a meat. Immediately. സാറായുടെ മുന്നിൽ, സാറാ, Sarah, he called Sarah. 3 ഇടം കഴി മാവെടുത്ത് അപ്പം ഉണ്ടാക്കണം. 3 units of flours is required. നിമിഷ നേരം കൊണ്ട് എല്ലാം റെഡി. Immediately, within no time, it was prepared. അവർ കഴിക്കുമ്പോൾ അബ്രഹാം നോക്കി നിൽക്കുക. When they was having their food, Abraham കഴിച്ചാട്ടെ, was watching them, serving കഴിച്ചാട്ടെ, them. കഴിച്ചാട്ടെ, എത്ര വേണേലും കഴിച്ചോ, Amen. എങ്ങനെ വേണേലും കഴിച്ചോ, He was serving എനിക്ക് them. ഒറ്റ ലക്ഷ്യം, എന്റെ വാഗ്ദത്തം. Only bother my promise. ആമേൻ. Amen. കഴിച്ചെല്ലാം കഴിഞ്ഞു, കൈയെല്ലാം കഴുകി ആമ്പക്കൊക്കെ ഇട്ട് ഒന്ന് റെഡിയായി കഴിഞ്ഞപ്പോ, സ്തോത്രം, They had അതിൽ ഒരാൾ പറഞ്ഞു, They had their meal, they were satisfied, and one of them said, സാറായെ വിളിക്ക്. call your wife Sarah. സാറാ എവിടെ? Where is Sarah? സാറാ എവിടെ? Where is Sarah? അബ്രഹാം പറയുന്നു, അവൾ കൂടാരത്തിലുണ്ട്. Abraham replied, she's inside the tent. അല്ല അബ്രഹാമേ, നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഒരു കൂടാരത്തിലാണല്ലോ. Then they replied, no Abraham, Ahmed is sitting in the tent. ഈ കൂടാരത്തിനകത്ത് അവളില്ലേ? So she's not in this tent. ഇല്ല, അവൾ വേറൊരു കൂടാരത്തിലാ. Abraham replied, no, she's in another tent. അതെന്താ വേറൊരു കൂടാരം? How come there's another tent? 90 വയസ്സ് വരെ തലമുറ കിട്ടാതിരുന്ന, കുഞ്ഞുങ്ങളെ ലഭിക്കാതിരുന്ന സാറായെ യഹൂദ മര്യാദ പ്രകാരം അവൻ ശാപത്തിന്റെ നിഴലായി എണ്ണിയിട്ട് അവൻ മക്കളില്ലാത്ത സ്ത്രീകളെ അന്ന് കൊണ്ടുപോയി വീടിനകത്തുനിന്ന് ഏകദേശം 12 അടി ദൂരത്ത് മാറി ഒരു കൊച്ചു കൂടാരമടിച്ച് ആ കൂടാരത്തിനകത്ത് സാറായെ പാർപ്പിച്ചിരിക്കുക. According to the Judean rituals, the barren woman has been casted out, or she has been put separate in another tent, apart from the normal living tent. ഏത് ഫംഗ്ഷൻ അബ്രഹാമിന്റെ വീട്ടിൽ നടന്നാലും അവൻ ഫ്രണ്ടിലോട്ട് സാറ വരില്ല. In none of the functions which happens in Abraham's house, അവള് അവൻ കാലം നോക്കി ശാപത്തിന്റെ പട്ടികയിൽ കൂടാരത്തിനകത്ത് സാറായെ ഒതുക്കിയിരിക്കുക. because they believe the barren women are under the curse. എന്നാൽ ദൈവദൂതന്മാർ ഒരാൾ പറഞ്ഞു, സാറായെ വിളിക്ക്. The man of God called Sarah. മനുഷ്യൻ മാറ്റി നിർത്തിയ കൂടാരം ഇന്ന് ഞാൻ പൊളിക്കാൻ The man പോവുകയാണ്. had forsaken, but God has selected. The man may be rejected, but God is selecting you. The man have been rejected you, but he is selecting you. He's accepting you. Accepting you. Jesus' name. Amen. Amen. മനുഷ്യർ ശാപമെന്ന് പറഞ്ഞു മാറ്റി നിർത്തി കൂടാരമടിച്ച് കൂടാരത്തിന്റെ അകത്ത് കൊണ്ടുപോയി ഒളിപ്പിച്ച സാറായിയുടെ കൂടാരത്തെ ദൈവം പൊളിച്ച് ഇന്ന് പകൽ ദൈവം പുറത്തു കൊണ്ടുവരും. Man would have cast out Sarah, saying, Sarah, you're barren, you're cursed. And now today morning God says, let the man repel you. Hallelujah. Amen. അവളെ വിളിക്ക് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരെ വിളിക്കുന്നു. ചില ആതിരുമ്പരമ്പുകളെ ദൈവം വെട്ടിമാറ്റാൻ, ചില കൂടാരങ്ങളെ പൊളിച്ചു മാറ്റാൻ, മനുഷ്യൻ കെട്ടിയ ചില കൂടാരങ്ങൾ, മനുഷ്യൻ വെച്ച ചില കൂടാരങ്ങൾ, മനുഷ്യൻ വെച്ച പരിധിയുടെ കൂടാരങ്ങൾ, മനുഷ്യൻ മാറ്റി നിർത്തിയ ചില കൂടാരങ്ങൾ ഈ പകൽ എന്റെ ദൈവം അതിനെ അറുത്തു മാറ്റികെട്ടോ, എന്റെ ദൈവം അതിനെ പൊട്ടിച്ചു മാറ്റികെട്ടോ. ദൈവം പറയുന്നു, സാറായേ നീ വെളിവാ. Come out.
Today morning, God is calling you, Sarah. ഹല്ലേലൂയ. Whatever നിങ്ങൾ the വിശ്വസിക്കുന്നുണ്ടോ? Do you believe? വിശ്വസിക്കുന്നുണ്ടോ? Do you ഈ believe? ബൈബിൾ ഉയർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, മനുഷ്യർ മാറ്റി നിർത്തിയ ചില കൂടാരങ്ങൾ ദൈവം ഇന്ന് പൊളിക്കാൻ പോകുക. മനുഷ്യർ വെച്ച അതിരിന്റെ കൂടാരങ്ങൾ എന്റെ ദൈവം പൊളിക്കാൻ പോകുക. ദൈവം നിന്നെ വെളിയിൽ കൊണ്ടുവരോ, ദൈവം നിന്നെ വെളിയിൽ കൊണ്ടുവരോ, ദൈവം നിന്നെ വെളിയിൽ കൊണ്ടുവരോ. God will bring you out. Praise God. Praise the Lord. Hallelujah. Hallelujah. സാറായെ വിളിക്ക്. Call Sarah. അവൾ എവിടെയുണ്ട്? She's inside. അവൾ എവിടെയുണ്ട്? കൂടാരത്തിലുണ്ട്. ആ കൂടാരം എന്താന്ന് മനസ്സിലായല്ലോ? You know what the tent is? പഴയ നിയമം ശരിക്കും പഠിക്കുന്ന നിങ്ങൾക്കറിയാം, പഴയ നിയമത്തിൽ തലമുറ ഇല്ലാത്തത് ശാപമാണ്. When you go through the Old Testament, the barren woman is cursed. ആവർത്തനം 28 പറയുന്നു, നിന്റെ കന്നുകാലികളുടെ പേരും പിറപ്പും അനുഗ്രഹിക്കപ്പെടും. According to Deuteronomy 28, it says your cattle shall be blessed. അങ്ങനെയാണെങ്കിൽ തലമുറ ഇല്ലാത്തത് ശാപമാണ്. That means if it's a barren, it's a curse. അവൻ സാറയെ ആ ഒരു അതിരിനകത്ത് കൊണ്ടുപോയി പിശാചം ഒതുക്കി. The Satan tried to limit Sarah within that span. അബ്രഹാമിന്റെ വീട്ടിൽ 3 പേര് വന്നു. To the house of Abraham, 3 persons came. 2 ദൂതന്മാർ, 2 angels. ഒന്ന് ദൈവപുത്രനായ കർത്താവായ യേശു. One was a God's son, Jesus Christ. സ്വതന്ത്രം. Amen. നിങ്ങളോട് ആ എന്റെ അകത്ത് തിളക്കുന്നതുകൊണ്ട് ഞാൻ പറയാ, പഴയ നിയമത്തിൽ അബ്രഹാമിന്റെ വാഗ്ദത്തം ഉറപ്പിക്കാൻ അന്ന് ദൈവപുത്രൻ ഇറങ്ങിയെങ്കിൽ, To fulfill the promise of Abraham, the Son of God has come to this world. Let me Amen. say, അന്ന് ദൈവപുത്രൻ ഇറങ്ങിയെങ്കിൽ if he had come then, ഇന്ന് നിനക്ക് വേണ്ടി ഇറങ്ങി വരാതിരിക്കുമോ? morning he will ഇന്ന് come നിനക്ക് again. വേണ്ടി ഇറങ്ങി വരാതിരിക്കുമോ? Wouldn't he come ഇന്ന് again? നിനക്ക് വേണ്ടി വെളിപ്പെടാതിരിക്കുമോ? Wouldn't he walk again? ഇന്ന് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാതിരിക്കുമോ? Wouldn't he walk again for you? 2-3 പേര് Two or എന്റെ three. നാമത്തിൽ എവിടെ കൂടിയാലും Gathers in my അവരുടെ name. നടുവിൽ ഞാൻ ഉണ്ട് I will in the midst of എന്ന് them. അരുളി ചെയ്ത ദൈവം man, the person ഇന്ന് said. പകൽ ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. God who said so in the midst of us. Amen. Amen. Shabaraga Santalatana Haptalara Basekele Regedene Handelkaradana. ഒരു വെളിപ്പാട് കാണുന്നു. അവൻ ഇതിന്റെ അറ്റത്തുനിന്ന് അവൻ ഈ അവൻ മതലിന്റെ സൈഡിൽ കൂടി ഒരു തീ ഗോളം ഇതിനകത്തോട്ട് ചലിക്കുന്നത് ഞാൻ കാണുന്നു. ഒരു തീ ഗോളം, ഒരു തീ ആത്മാവിന്റെ തീ ഇതിനകത്ത് കത്തുകയാ. പരിശുദ്ധാത്മാവിന്റെ ഒരു തീ. It's falling inside. It's falling inside. A great fire. A great fire. From this end to the other end. No one can escape it. ദൈവദാസന്മാരെ ആ തീ ഗോളം തൊടട്ടെ. ദൈവദാസിമാരെ ആ തീ ജ്വാല തൊടട്ടെ. ആ തീ ഗോളം നിങ്ങളെ ദൈവം മൂടട്ടെ. Fire. Oh, Shabala Rabana Rababa. Jesus name. Shadere kene sedere bel kaushanda. Renere kele shadene. Jesus. Jesus. Hallelujah. Hallelujah. കൂടാരം പൊളിയും. ആത്മാവെന്നോട് പറയുന്നു, പലരുടെയും കൂടാരം പൊളിയും. The tent will be മനുഷ്യർ destroyed. വെച്ച കൂടാരം പൊളിയും. The man-made tent will be അതിർവരമ്പുകളുടെ destroyed. കൂടാരം പൊളിയും. The limited will be മാനുഷികമായി destroyed. ഇട്ട കൂടാരങ്ങൾ പൊളിയും. Psychological. സാറായേ, Destroyed. നീ വെളിയിൽ വാ. Sarah, you come out. Sarah, you come out. Today morning, Yes. he will bring you. Yes. He will bring you. Shakala rabaseke. Hamdoroko no shantala rabana. Rekele rebe shantala rabana. സാറയെ വിളിച്ചു. They called Sarah, സാറയെ ദൈവമേൻ അബ്രഹാം വിളിച്ചു. and Abraham called Sarah. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അടുത്ത വർഷം, And God said to Abraham, next year, അടുത്ത ആണ്ട് വരുമ്പോൾ when I come back, ഈ വാഗ്ദത്തം you will see നിന്റെ കണ്ണുകൊണ്ട് കാണും. this promise. അബ്രഹാം സാറയെ ശരിക്കും നോക്കി. Abraham looked at Sarah. മിസ്സസ് സാറ എന്ന് വിളിക്കാൻ ഒക്കത്തില്ല. He cannot call her as Mrs. Sarah. വല്യമ്മച്ചി എന്ന് വിളിക്കണം. He should call her as Grandma Sarah. നിങ്ങളൊന്ന് കണ്ടേ, You look at them. കഴിഞ്ഞ ദിവസം കർത്താവിന് നിത്യതയിൽ ചേർക്കപ്പെട്ട നമ്മുടെ അമ്മച്ചിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു?
ഒന്ന്, ആ അമ്മച്ചിയെ മുന്നിൽ കണ്ടാൽ മതി സാറയെ കാണാൻ. ഞാൻ ചുമ്മാ പറഞ്ഞതല്ല. സാറയ്ക്ക് എത്ര ഉണ്ടായിരുന്നു? 90. Sarah was 90. 90 വയസ്സ്. 90 അപ്പൊ years. കഴിഞ്ഞ ദിവസം നിത്യത ചേർക്കപ്പെട്ട അമ്മച്ചിയുടെ പിക്ചർ നിങ്ങളുടെ കൺമുമ്പിൽ വാ. ആ അമ്മച്ചിയാ ആ പരുവത്തിൽ നിൽക്കാതെ. ഇത് 88 വയസ്സാ. ഉടനെ ഇട്ട് പിള്ളേര് ലൈവാ കണ്ടോ. കഴിഞ്ഞ ആഴ്ചയിൽ കർത്താവിന്റെ സന്നിധി ചേർക്കപ്പെട്ട ജോൺസൺ ചേട്ടന്റെ പ്രിയ അമ്മച്ചിയ ആമേൻ 88 വയസ്സുണ്ട്. Something like that. 90 years. ഞാനും നിങ്ങളുമാണെങ്കിൽ ദൂതനെ ആട്ടി പുറത്താക്കത്തില്ലേ? We would have rebuked the angel. ചൂലെടുക്കത്തില്ലേ? Won't you say it is ridiculous? ഇങ്ങനെ പിടിച്ചോ. സാറയുടെ സ്കിന്നെ പിടിച്ചത് ഇതുപോലെ വളരും. ഈ പരുവത്ത് നിൽക്കുക. Her skin was all loose. അപ്പൊ നിങ്ങൾ പാസ് എന്ന മണ്ടത്തുറ പറയുന്ന ബൈബിളാ പറയുന്നേ. സാറയുടെ നിർജീവത്വം മനസ്സിലാക്കിയിട്ടും Amen. അതിനകത്ത് ജീവൻ ഇല്ലെന്ന് മനസ്സിലാക്കിയിട്ടും God understood ഹല്ലേലൂയ. the barrenness. ആമേൻ. Amen. റോമാലേഖനത്തിൽ റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നു അവരുടെ ശരീരത്തിന്റെ നിർജീവത്വം. അതിന്റെ അർത്ഥം എന്നാ? നിർജീവത്വം, ജീവനില്ലാത്ത അവസ്ഥ. ഒരു ജീവൻ കൊടുക്കാൻ കഴിയുന്ന ശക്തി സാറയുടെ ശരീരത്തിന് ഇല്ലെന്ന് കണ്ടിട്ടും ആശയ്ക്ക് വിരോധമായി അവൻ ആശയോടെ വിശ്വസിച്ചു. God understood that Sarah couldn't give birth to him, but still they had a faith inside them against the circumstances, against the conditions, against the situations. Praise the Lord. ഒന്ന് വിശ്വസിക്കാമോ? Could you believe? ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കാമോ? Against the situations. ഹല്ലേലൂയ. Hallelujah. നിർജീവത്വം മനസ്സിലാക്കിയിട്ടും Amen. God understood. ആശയ്ക്ക് വിരോധമായി And still they believed. അബ്രഹാം വിശ്വസിച്ചു. And still they believed. ആമേൻ. Amen. ആമേൻ. Amen. പുറത്തോട്ട് വന്നിട്ടില്ല. Still she haven't come out. സാറ ആ കൂടാരത്തിനകത്ത് പുറത്തുനിന്ന് വന്നിട്ട് ആ ഡോറിന്റെ മറയിൽ നിൽക്കുക. Sarah was still under the cover of the door. നമ്മുടെ ഭാഷ പറഞ്ഞ അതിനകത്തൂടെ ഒരു തല ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. Behind the door, and she just pulled her head out. ഉടനെ ദൂതൻ പറഞ്ഞു അടുത്ത വർഷം Then the angel said, നീ ഒരു കൊച്ചിനെ next year അണയ്ക്കും. you will see your womb. സാറ എന്ത് ചെയ്തു? Immediately, സാറ എന്ത് ചെയ്തു? what Sarah did? പറ. Say. ചിരിച്ചു. She laughed. ചിരിച്ചു. She laughed. ഒരിക്കലും നടക്കാത്ത കാര്യം പറഞ്ഞാൽ പിന്നെ എങ്ങനെ ചിരിക്കാതിരിക്കുന്നത്? When something impossible is said, then how can we accept it? കർത്താവദാസൻ പാസ്റ്റർ എം എ വർഗീസ് പാസ്റ്ററിന്റെ മോൻ സുനിൽ കണ്ടക്കടവിൽ ഒരു ഉപവാസ പ്രാർത്ഥനക്ക് വന്നു. God, Pastor M.V.'s son Sunil came to a fasting prayer in Kandakara. അപ്പോ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുക. So we were praising the God like ഞാൻ that. ഏറ്റവും പുറകിരിക്കുക. I was sitting behind. അപ്പൊ സുനിൽ വന്നിട്ട് എന്റെ തലയിലോട്ട് കൈവച്ചു. Immediately Sunil came and laid his hand. ദൈവം നിന്നോട് പറയുന്നു, And he said, God speaks to നീ me. അനവധി രാജ്യങ്ങൾ പോകും. You will go to many countries. ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ സ്റ്റേജിൽ പ്രസംഗിക്കും. You will preach to 10,000s. ഞാൻ ഇവിടെ ഇരിക്കുന്നു, എന്റെ തൊട്ടിപ്പുറത്ത് അമ്മച്ചി ഇരിക്കുന്നു. I was sitting here and my mother was sitting beside. അമ്മച്ചിക്ക് ചിരി അടുക്കാൻ കഴിയാതെ ചിരിക്കുക. My mother couldn't control her laugh. ചിരി എന്ന് പറഞ്ഞാൽ അമ്മ She ചിരിച്ചുകൊണ്ടേയിരിക്കും. was laughing and laughing. ആമേൻ. Amen. അമ്മച്ചി തലയിൽ നാടൻ ഇട്ടിട്ടുണ്ട്. And she had a scarf on her head. നാടൻ മുമ്പിലോട്ടിട്ട് ചിരിക്കുക. And she covered her face with the ഞാനപ്പോ scarf നോക്കുമ്പോ and അമ്മച്ചി started ചിരി laughing. നിർത്തുന്നില്ല. അമ്മച്ചിക്ക് ചിരി അടക്കാൻ ഒക്കുന്നില്ല. When I looked at her, I can see she's laughing so much. വീട്ടിൽ ചെന്നപ്പോ ഞാൻ അമ്മച്ചി എന്തിനാ ചിരിച്ചേ? When I reached home, I asked her, why were you laughing? അമ്മച്ചി പറഞ്ഞു, മോനെ ആ പാസ്റ്റർക്ക് തല മാറിപ്പോയി. She told to me, son, I feel like he had spoken to the wrong person. നിന്റെ തലയിൽ അല്ലായിരുന്നു വെക്കേണ്ട, വേറെ ആരുടെ തലയിലായിരുന്നു. It wasn't upon your head that hand should be laid. അമ്മച്ചി പറയാണ്, പാസ്റ്റർക്ക് അറിയില്ലല്ലോ നിനക്ക് എഴുതാനും വായിക്കാനും അറിയത്തില്ലെന്ന്. A mother said, pastor doesn't know that you are illiterate. പാസ്റ്റർക്ക് അറിയില്ലല്ലോ നിന്റെ പേര് BIJ എന്ന് എഴുതാൻ അറിയത്തില്ലെന്ന്. Pastor doesn't know whether you are not able to write your own name. നീ ഭാരപ്പെടേണ്ട, ഉപദേശിക്ക് തലമാറിയതാ. You don't worry, my son. He would have mistaken. ഈ ദൂത് എന്റെ ചെവിയിൽ കേട്ടു. This promise was in my രാത്രി ഞാൻ വെളിയിലേക്ക് ഇറങ്ങി. At night I came out. രാത്രി പറമ്പിലേക്ക് ഇറങ്ങി. At night I came out. ഞാൻ പറയുന്ന അമ്മയുടെ വാക്കല്ല വിശ്വസിക്കുന്നത്. I tell you, it's
എന്റെ ദൈവത്തിന്റെ വാക്കാ വിശ്വസിക്കുന്നത്. Believe your ദൈവം എന്നോട് എന്ത് പറഞ്ഞു What have you got അത് from ഞാൻ you? വിശ്വസിക്കുന്നു. You believe. ഈ പകൽ ആ ദൈവശക്തി വ്യാപരിക്കട്ടെ. The problem ആ of God ദൈവശക്തി വ്യാപരിക്കട്ടെ. working upon ആ you. ദൈവകൃപ വ്യാപരിക്കട്ടെ. working upon you. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന God power was അസാധ്യങ്ങളെ possible. സാധ്യമാക്കുന്ന Impossible. ഒരു ദൈവശക്തി It is working വ്യാപരിക്കട്ടെ. upon you. ഓ റിബല റബല റബല രേഖല രേഖ സകല റബല രുദന രേഖ സകല രേഖ ആത്മാവിൽ ആനന്ദിക്ക്. ആത്മാവിൽ ആനന്ദിക്ക്. പരിശുദ്ധാത്മാവിൽ ആനന്ദിക്ക്. ദൈവാത്മാവിൽ ആനന്ദിക്ക്. Ramchane rekene sedebe. Ramchene bena karoma shiandaradana. Rival kaudere gamshiandane. Hallelujah. Thank you, Father. Thank you, Hallelujah. Abba. Hallelujah. Hallelujah. ദൈവമക്കളെ Oh, the child of God. ആമേൻ പറമ്പിലേക്ക് ഇറങ്ങി. I went outside പറമ്പിലേക്ക് ഞാൻ ഇറങ്ങി. onto the courtyard. ഞാൻ എന്നെ തന്നെ നോക്കിയിട്ട് പറഞ്ഞു I look at myself ആമേൻ അമ്മ പറഞ്ഞത് ശരിയാ. and I said, എഴുതാൻ അറിയില്ല. my mother what said is വായിക്കാൻ correct. അറിയില്ല. I don't know writing. ആമേൻ I don't know to പക്ഷേ read. But എന്റെ അമ്മ എന്നെ അറിയാൻ തുടങ്ങിയത് I mean, my mother came to know me ആ അമ്മയുടെ ഉദരത്തിൽ ഞാൻ വന്നപ്പോഴാ. when I formed in a womb. പക്ഷെ നിനക്ക് എന്നെ അറിയാം. But God, you know me അനാദികാലങ്ങൾക്ക് മുമ്പേ. before the formation of this world. അനാദികാലങ്ങൾക്ക് മുമ്പേ. Before the formation of time. അനാദികാലങ്ങൾക്ക് മുമ്പേ. ഈ ഭൂമിക്ക് അടിസ്ഥാനമിടുന്നതിന് മുമ്പേ. Before the ഓ formation of this റിബല world. റബ സകല Father, you റഗല know me. ഉടലറഗദൽ പൗഡമനവ ബലപ്പെട് ബലപ്പെട്. ആത്മാവി ബലപ്പെട്. ആത്മാവി ബലപ്പെട്. ദൈവജനം ആത്മാവി ശക്തീകരിക്ക്. ആത്മാവി ബലപ്പെട്. You have found me. Oh, Shalele. കുഞ്ഞുങ്ങളെ Children. ഇവിടെ നിൽക്കണം. ഇവിടെ ഇരിക്കുന്ന സകല കുഞ്ഞുങ്ങളെയും അമ്മയ്ക്കും അപ്പനും അറിയാം. Every അപ്പന് child, പുറത്തു വന്നപ്പോ കണ്ടു. every child sits over here. Your parents know them. അമ്മ ഉദരത്തിൽ ഉരുവായപ്പോൾ അറിഞ്ഞു. I mean, father saw them when they came out, but mother know them when they formed in the womb. ഈ കാണുന്ന ഭൂമി ഉണ്ടാക്കുന്നതിന് മുമ്പേ Before this formation of this world, എന്നെ അറിഞ്ഞത് ദൈവം. there's a God who knows me. There was a God who knows me. Before the foundation of this world, He knew. എന്നെ കണ്ടൊരു ദൈവം Who seen me. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്ത് പറയണം കേട്ടോ. Hold the hand of the ഇന്ന് neighbor. കൂടാരം പൊളിയും. Today, your tent will be destroyed. Your tent will be resetted. Ram Shasya. ഒന്ന് പറഞ്ഞേ. എന്നെ അൻപോടു സ്നേഹിപ്പാ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കിടന്നതാമെന്നെ അപ്പൊൻകരം നീട്ടി പീഡിച്ചു എന്നെ അൻപോടും സ്നേഹിപ്പാ. ചേർന്ന് പറ. എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കിടന്നതാമെന്നെ അപ്പൊൻകരം നീട്ടി പീഡിച്ചു ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? എത്ര പേർക്ക് പറയാൻ കഴിയും? ഇത്ര മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാൻ
യോഗ്യത എന്നിൽ കണ്ടുവോ തൂയരേ തൂയ ആവിയേ തൂയരേ തൂയ ആവിയേ വറ്റാത്ത ഉറവേ തേനിലും മധുരമേ വറ്റാത്ത ഉറവേ തേനിലും മധുരമേ എന്നെ അൻപോടും സ്നേഹിപ്പാ എന്താണ് എന്നിൽ കണ്ടത് ചേറ്റിൽ കീടന്ന ദാമനെ പൊൻകരം നീട്ടി പീഡിച്ചു എല്ലാവരും ചേർന്ന് പറ എന്നെ അൻപോട് സ്നേഹിപ്പാ എന്നെ അൻപോടു സ്നേഹിപ്പാ എന്താണ് എന്നെ കണ്ടത് ചേറ്റിൽ കിടന്ന എന്നെ ചേറ്റിൽ കീടന്നതാമെന്നെ ആ പൊൻകരം നീട്ടി ആ പൊൻകരം നീട്ടി പീഡിച്ചു ഇത്രമേ സ്നേഹിച്ചിടുവാ യോഗ്യത എന്നെ കണ്ടു എല്ലാവരും ചേർന്ന് പറയാമോ ഇത്രമേ മാനിച്ചിടുവാ യോഗ്യത എന്നിൽ കണ്ടുവോ ഇത്രമേ സ്നേഹിച്ചിടുവാ കുഞ്ഞുങ്ങൾ ചേർന്ന് പറ യോഗ്യത എന്നിൽ കണ്ടുവോ ഇത്രമേ മാനിച്ചിടുവാ യേശുവേ യോഗ്യത എന്നിൽ കണ്ടുവോ തൂയരേ തൂയ ആവിയേ ഒന്ന് ചേർന്ന് വിളിച്ചേ തൂയരേ തൂയ ആവിയേ വറ്റാത്ത ഉറവേ തേനിലും മധുരമേ വറ്റാത്ത ഉറവേ തേനിലും മധുരമേ എന്നെ അൻപോടു സ്നേഹിപ്പാ എന്താണ് എന്നെ കണ്ടത് യേശുവേ അങ്ങനെ സ്നേഹത്തിന് നന്ദിയപ്പാ ചേറ്റിൽ കീടന്ന അങ്ങനെ കരുതലിന് നന്ദിയപ്പാ I love you Jesus I love you I love you Jesus I love you Jesus എന്നെ അൻപോടു സ്നേഹിപ്പാ എന്താണ് എന്നിൽ കണ്ടത് കീടന്നതാമെന്നെ ആ പൊൻകരം നീട്ടി പീഡിച്ചു ഇത്രമേൽ സ്നേഹിച്ചിടുവാ യോഗ്യത എന്നിൽ കണ്ടു ഇത്രമേൽ മാനിച്ചിടുവാ യോഗ്യത എന്നിൽ കണ്ടു ഫോട്ടോ വെച്ച് ഡെലിവറൻസ് സഭ ഒന്നടങ്കമേറ്റു പറയാൻ പോവുക യോഗ്യതമില്ലാതിരുന്നു Say together. At the undeserved place. ഒരു യോഗ്യതമില്ലാതിരുന്നു നമ്മയാണ് കർത്താവ് തിരഞ്ഞെടുത്തത്. He has selected. He has selected us. He has selected us. പുകഴാനൊന്നുമില്ല, വലുത് പറയാനൊന്നുമില്ല. Nothing to praise.
അവന്റെ കൃപ ഒന്ന് മാത്രം. Only His grace. അവന്റെ കൃപ ഒന്ന് മാത്രം. Only His grace. അവന്റെ കൃപ ഒന്ന് മാത്രം. Only His grace. അവന്റെ സ്നേഹം ഒന്ന് മാത്രം. Only His love. Only His love. Praise God. Praise God. ശരീരം മുഴുവൻ നിർജീവമാണ്. The entire body is dead. പക്ഷെ ദൈവം പറഞ്ഞു അടുത്ത വർഷം. But God said, next year, ആ വാഗ്ദത്തം നിന്റെ കയ്യിൽ ദൈവം തരും. you will have the promise in your hand. Amen. ആ തിരുവചന അടിസ്ഥാനത്തിൽ According to the verse, നിർജീവത്വമാണ്. the barrenness, പക്ഷെ അവനൊരു കാഴ്ച കണ്ടു. but they saw a vision. നിർജീവത്വം അനുഭവിക്കാത്ത ഒരു ദൈവത്തെ, A God who doesn't know the barrenness. ദ്രവത്വം അല്ലെങ്കിൽ അവൻ കാണാൻ കഴിയാത്ത, അവൻ മണ്ണിനോട് ചേർന്ന് ദ്രവിച്ചു പോകാത്ത നിത്യത വരെ അവകാശമുള്ള ഒരുവനെ അബ്രഹാം കണ്ടു. Amen. They could see a God. ആമേൻ. ദൈവമക്കളെ, നിങ്ങളുടെ വിശ്വാസം അരക്കിട്ടുറപ്പിച്ചതാകട്ടെ. You should reform your faith. ആമേൻ. Reconfirm it. Praise God. Praise God. ഞാൻ നമ്മുടെ ഈ ചർച്ചിന്റെ ഫ്രണ്ടില് ഷീറ്റ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ When we were laying the sheet, the tent on the front of the show, വെൽഡിംഗ് വർക്കിന് വേണ്ടി വന്നൊരു പയ്യനുണ്ട്, ജോളി എന്ന് അവന്റെ പേര്. there was a person came for the work of അവന് welding work. ആ വെൽഡിംഗ് സെറ്റിൽ ഒരു റാഡ് വെച്ച് ഇങ്ങനെ വെൽഡ് ചെയ്യാം. When he was welding with that rod, ഞാൻ ഒരു പൈപ്പ് വെച്ചിട്ട് ഒരു കമ്പി വെച്ചിട്ട് ഒറ്റ സ്പോട്ട്, he kept a pipe upon it and he just spotted on it. എന്നിട്ട് അവൻ പറഞ്ഞു ഓക്കെ ഒറ്റ സ്പോട്ട് മതി, പിന്നെ നമുക്ക് കയറ്റിയിട്ട് പിന്നെ അടിയാം. And he said, yes, one spot is enough. We will lay the sheet and later on we will. അപ്പൊ ഞാൻ ചോദിച്ചു, ആ ഒറ്റ സ്പോട്ടിൽ ഈ വെയിറ്റ് നിൽക്കുമോ? So I asked him, will the entire weight will be contained on the single spot? അപ്പൊ അവൻ എന്നോട് പറയാ, പാസ്റ്റർ ആ ഒറ്റ സ്പോട്ടിൽ 100 കിലോ വരെ തൂക്കിയിടാം. Then he replied to me, Pastor, on the single spot we can lay even 100 kg. ഒരു ഇരുമ്പ് റാഡ്, a simple iron rod, കത്തിച്ച് melted, മറ്റൊരു ഇരുമ്പിൽ ഒന്ന് സ്പോട്ട് ചെയ്തപ്പോൾ and spotted upon an 100 rod, കിലോ വെയിറ്റ് ആ സ്പോട്ട് താങ്ങുമെങ്കിൽ we can hang 100 kilos. നിന്റെ ആഴമായ വിശ്വാസം, Your unfeigned faith. ആമേൻ. Amen. ശത്രുവിന് ഇളക്കാൻ കഴിയാത്തതുപോലെ, He cannot take it. ശത്രുവിന് തൊടാൻ He കഴിയാത്തതുപോലെ cannot touch it. ഒരാഴമായ വിശ്വാസത്തിലേക്ക് ദൈവം നിന്നെ ഇന്ന് പകൽ കൊണ്ടുവരും. God will take you to strong faith. ആമേൻ. Amen. ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ഗോഡ്. Praise God. ഞാൻ നമ്മുടെ ക്ലാസ് ആണ് ഇന്ന് എടുക്കാൻ വേണ്ടി കയറിയത്. I was പക്ഷെ ആ ദൂത് അങ്ങ് കയറിയതുകൊണ്ടാ. about to share the class again, but the word of God is entering to me. അപ്പൊ ദൈവം ചോദിച്ചു, സാറാ ചിരിച്ചോ? Then God asked, did Sarah laughed? സാറാ എന്നാ പറഞ്ഞേ? Sarah said, പറ. no, I didn't. സന്തോഷാണ്. Are you happy? നിങ്ങളെ കുറിച്ചല്ല. It's not about you. നിങ്ങൾ അങ്ങനെ കാണുകയും ചെയ്യരുത്. You will not say so. നിങ്ങൾ അങ്ങനെയുള്ള ആളുകളുമല്ല. You are not people like that. ഞാൻ ഇത് പുറത്തുള്ള സഹോദരിമാരെ കുറിച്ചാണ് പറയുന്നത്. I'm talking about somebody who's outside the church. അവരങ്ങനെയാ. They are so. ചെയ്തെന്ന് പറയില്ല. They will not admit what they have done. കഴിച്ചോ? If you had. അപ്പൊ എന്നാ പറഞ്ഞേ? അപ്പുറത്തെ വീട്ടിലെ സ്നേക്ക് അച്ചായൻ തന്നു, ഞാൻ കഴിച്ചു. God asked Eve, did you had the fruit? Then Eve replied, the neighbor snake gave me and I took it. കഴിഞ്ഞു നാളൊരിക്കൽ ഇവിടെ ഇരുന്ന് ഉറങ്ങിയ ഒരാളോട് ഞാൻ ചോദിച്ചു, Last day I asked somebody who slept in the midst of the congregation, ഉറങ്ങിയായിരുന്നല്ലേ? were you sleeping? He said no. ധ്യാനിക്കായിരുന്നു. I was meditating. ഒരിക്കലും സമ്മതിക്കത്തില്ല. Never admit. ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? They will never admit. സമ്മതിക്കത്തില്ല. They will never admit. സാറാ ചിരിച്ചോ? Did Sarah laughed? ഇല്ല. No. പിന്നെ വേണമെങ്കിൽ സാറായിക്ക് ക്ലാസ്, സാറാ ദൈവത്തിന് വേണേ ക്ലാസ് എടുക്കും. കർത്താവിന് അങ്ങനെ തോന്നിയതായിരിക്കും. Sarah would have taken class to God. She would have said, you would have felt so. ഇല്ല, എന്റെ പ്രകൃതം ഇതാണ്. ആര് കണ്ടാലും ചിരിച്ച പോലെ ഇരിക്കും. If somebody looks at me, they feel like that I'm laughing. അങ്ങനെയാണ്.
my style is like that. എന്റെ ജനനം അങ്ങനെയാ. From birth onwards, I'm so. കർത്താവ് വിട്ടില്ല. God did not leave her. നീ ചിരിച്ചു. No, you laughed. എന്തിനാ സാറ നീ ചിരിച്ചേ? Why did you laugh, Sarah? വില്യമ്മച്ചിയല്ലേ, പിന്നെ എന്നാ ചിരിക്കാനാ? She's a grandmother. How could she stop laughing? ആമേൻ. Amen. 10-15 കൊച്ചുമക്കളെ ആമേൻ വളർത്തേണ്ട സമയമായി അമ്മച്ചോട് പറയുക അടുത്ത വർഷം പ്രസവിക്കുമെന്ന്. By this time should have had at least 15 പിന്നെ grandchildren. എങ്ങനെ ചിരിക്കാതിരിക്കും? How could he stop laughing? അങ്ങനെയാണെങ്കിൽ ദൈവം പറഞ്ഞു ഞാൻ തന്നെ ആ കൊച്ചിന് പേര് വിടുകയാ. Then God said, if it is so, I am going to name the child. ചിരി എന്നർത്ഥമുള്ള ഇസ്ഹാക്ക്. Ishaq names laugh. ദൈവം തന്നെ പേരിട്ടു And ഇസ്ഹാക്ക്, അർത്ഥം ചിരി. God named Ishaq. ഒറ്റ ദൂത് പറഞ്ഞ് അവസാനിക്കാൻ പോവുക. I would like to conclude with കഴിഞ്ഞ the 90 വയസ്സ് വരെ the last 90 years. ചിരിക്കാത്ത നീ You ഇന്ന് haven't laughed. ചിരിക്കാൻ പോവുക. Today morning you have to smile. You are going to നിന്റെ smile. കണ്ണുനീര് ദൈവം മാറ്റാൻ പോകുക. He is going to change നിന്റെ your tears. കണ്ണുനീര് ദൈവം മാറ്റാൻ പോകുക. He is going to change your നിന്റെ tears. കണ്ണുനീര് ദൈവം തുടക്കാൻ പോകുക. He is going to wipe your ഇന്നലെ tears. മുഴുവൻ നീ കരഞ്ഞെങ്കിൽ, Your tears. ഇന്നലകളിൽ മുഴുവൻ നീ കരഞ്ഞെങ്കിൽ, You are crying all the ഇന്ന് time. നിന്റെ ചിരി ദൈവത്തിന് കേൾക്കണം. നിന്റെ ചിരി ദൈവത്തിന് ഇഷ്ടമാ. ദൈവത്തിന് ഇഷ്ടമാ. ആ ചിരിക്കകത്തുനിന്ന് ഒരു പേര് വീണു, ഇസ്ഹാക്ക്. And from that smile, it comes a word, Ishaq. ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ആമേൻ. Amen. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, Let me ask you one thing. കർത്താവ് വന്നിട്ട് ആ വടി ഒന്ന് സാറ എടുത്ത് Did God bang ഇനി Sarah? മേലെ ചിരിക്കരുത് എന്ന് പറഞ്ഞോ? And did he said you should never laugh? പറഞ്ഞോ ഇല്ലയോ? No. കാരണം ദൈവത്തിന് ഇഷ്ടമാ എന്ത്? ഒന്ന് ചിരിച്ച് അടുത്തുള്ള ആള് നോക്ക്. Come on, smile. Smile to your to the one who's sitting beside. Because your ഇങ്ങനെ God. വാ തുറന്നിരിക്കും. Come on, smile. Because my God wants to see your smile. എന്റെ പൊന്നെ, ചിലർക്ക് ചിരി വന്നിട്ടുണ്ടല്ലോ, ചിരി ഓട്ടോക്ക് പിടിച്ച് തുറന്നു ചിരിക്ക് സഹോദര. Come on, smile out. കേട്ടുപോട്ടാണ്. Smile. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഇനി മേലെ ചിരിക്കരുതെന്ന് പറഞ്ഞോ? Did he said, Sarah, you should not never ever laugh? ചിരിച്ചോ? Did അവള് she laugh? പറഞ്ഞില്ല. She said no. ദൈവം പറഞ്ഞു ചിരിച്ചു. God said yes. അന്ന ഒരു കാര്യം ചെയ്യും, എനിക്കിഷ്ടമാ ചിരി. നിന്റെ കൊച്ചിന് വെങ്കടേഷ് എന്നോ മറ്റതെന്നോ ജോലിയെന്നോ ബെന്നി എന്നോ തോമസ് എന്നോ ഒന്നും വേണ്ട, ചിരിന്നിട്ടേ. God said to her, I liked your smile and your child will name that smile. Yes. അവ ഇന്ന് നിങ്ങൾക്കെല്ലാം ഞങ്ങൾ പേരിടുന്നു ചിരി. Today we are going to name you as smile. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഭർത്താവ് ഭാര്യ നോക്കി ചിരിക്കണം. Today when you reach home, husband should smile again at your wife. എനിക്ക് ചിരിക്കേണ്ട വരിയത്തില്ല, കാരണം വീട്ടിൽ ചിരിയാ. I don't have to smile at mouth because my wife is always smiling. ഹല്ലേലൂയ. Hallelujah. ആമേൻ. ലെസ്സൺ നോക്കി ചിരിക്കണം. I will look at Lester and ഇതാ smile. ചിരി കണ്ടോ? This is the smile. ഇത് 70 This ചിരി. is the smile. ഹല്ലേലൂയ. Hallelujah. ചിരിയടാ, ശരിക്ക് ചിരിയടാ. അമ്മനെ നോക്കി ചിരിയടാ. ഇവൻ ആയുസ് ചിരിക്കാത്തവനാ, ഇന്ന് ചിരിച്ചേ പറ്റൂ. നിന്റെ വിടുതൽ നിന്റെ ചിരിക്കകത്തായിരിക്കുന്നു. Amen. നിന്റെ Amen. ചിരി എവിടെയോ തടുക്കുന്നുണ്ട്. You are delivered. തടുക്കുന്ന പൊട്ടി വരും. It's in your smile. ഹല്ലേലൂയ. Hallelujah. ആമേൻ. Amen. ഇവനൊരു ദൂതം പറയാം, ഇവന്റെ ചിരി അടിവയറ്റിൽ നിന്ന് നെഞ്ചു വരെ കയറി വരുന്നുണ്ട്. പക്ഷെ തൊണ്ട വരുമ്പോൾ ഇവൻ ബ്ലോക്ക് ചെയ്യും. ഇന്ന് ആ തൊണ്ട പൊട്ടി പുറത്തു വരട്ടെ. ഹല്ലേലൂയ. Hallelujah. ഇന്ന് ചിരിക്കണം. Today you have to smile. ഇസ്ഹാക്ക് പേരിട്ടു എന്നാ? ചിരി. ഒന്ന് നോക്കിക്കേ. Praise the Lord. ഇനി അടുത്ത കേട്ടോ. സാറ കൂടാരത്തിലോട്ട് പോയി. And Sarah went back to the tent. ഒരു മാസം കഴിഞ്ഞപ്പോ After 1 month, അബ്രഹാമിനെ വിളിച്ചു. called Abraham. എന്താന്നറിയില്ല, I don't know what. ഒരു ഛർദിൽ. I'm feeling vomiting. Abraham started laughing. Oh God! At this time, how it is possible? സാറ വീട്ടിലൊരു വേലക്കാരിയുണ്ട്. There is a servant for Sarah. അവിടെ പറഞ്ഞു, She said, നീ അപ്പുറത്ത് കഞ്ഞി വെക്കത്തില്ലേ? കഞ്ഞി വെക്കത്തില്ലേ? ഇംഗ്ലീഷ് അറിയില്ല. the rice cooker.
കഞ്ഞി വെക്കത്തില്ലേ? the oven. അപ്പൊ ആ ചോറിന്റെ മണം കേൾക്കുമ്പോ When I feel the smell, വോമിറ്റിംഗ് വരുന്നു. I feel like vomiting. ആ പൊട്ടിത്തള്ളക്കൊന്നും അറിയില്ല. ആ പൊട്ടിത്തള്ള പറഞ്ഞു, And she said, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി you can take to the government ഒന്ന് hospital. കാണിച്ചേര്, ഫുഡ് പോയിസൺ ആയിരിക്കും. That could be because of food poison. 4 മാസം കഴിഞ്ഞപ്പോ After 4 months, സാറ വരാൻ തുടങ്ങി. Sarah came like, കണ്ടവര് ഇരിക്കാൻ തുടങ്ങി. whoever looked at them started laughing. സാറ എന്ന് കേട്ടാ ശരിയാ. Sarah, when they hear the name Sarah, they started laughing. നിർത്തിക്കോ. Stop. 25 വർഷം നീ കരഞ്ഞില്ലേ? You have crying for 25 years. Now you ചിരിക്ക്. start laughing. You ചിരിക്ക്. smile. Come on. ചിരിക്കുന്നേ. You smile. 25 വർഷം നീ കരഞ്ഞില്ലേ? Rejoice. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ നീ കരഞ്ഞില്ലേ? നിന്റെ കരച്ചിൽ നിർത്ത്. ഇനി നീ ചിരിക്ക്. നിന്റെ വിലാപത്തെ എന്റെ ദൈവം നിർത്തമാക്കും. Be removed. നിന്റെ വിലാപത്തെ ദൈവം നിർത്തമാക്കും. He is the one who changes. നിന്റെ വിലാപത്തെ ദൈവം നിർത്തമാക്കും. He will change your രക്തഴിച്ച ദൈവം മാറ്റും. He will remove ആരുടെയൊക്കെ your- ദൈവാത്മാവ് പറയുന്നു, നിന്റെ വിലാപം നിർത്തമാക്കും. നിന്റെ രക്ത ദൈവം അഴിക്കും. He will remove your sackcloth. മനാരകൾ കടകടനാരോ. ഹല്ലേലൂയ. Hallelujah. ആമേൻ. Amen. ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. കർത്താവിന് സ്തോത്രം പറഞ്ഞേ. Praise the Lord. നാട് മുഴുവൻ ചിരി. The entire land was smiling, laughing. പട്ടണം മുഴുവൻ ചിരി. The entire city was laughing. സ്തോത്രം. Amen. നിങ്ങളൊന്ന് വെളിപ്പാട് ഒന്ന് ഇമാജിൻ ചെയ്തേ. Could you see that in imagination? ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ പോകുക രണ്ടുപേരും കൂടി. When Sarah was to the gynecologist, സാറ പോവുക. Sarah went to the അപ്പൊ doctor. നാട്ടുകാർ മൊത്തം ചിരി. The entire crowd was laughing. അവസാനം അബ്രഹാം പറഞ്ഞു കാണും, At last, Abraham would have said, വീട്ടിൽ ഇരുന്നാ മതി, "You sit at home. ഞാൻ മരുന്ന് ഇങ്ങോട്ട് മേടിച്ചിട്ട് വരാം. I'll buy the medicine to my home." ഒരു സ്വതന്ത്രം പറ. Hallelujah. നോർമൽ ഡെലിവറി ആയിരുന്നു. It was normal delivery. സ്വതന്ത്രം. Amen. കൊച്ചു വന്നപ്പോൾ അബ്രഹാം ചോദിച്ചു, എന്താ പേരിടണ്ടേ? കൊച്ചിനെന്താ പേരിടണ്ടേ? Abraham asked, "What name shall we അവർ put for child?" ചിരിച്ചു കാണിച്ചു. Abraham smiled at her. സ്മൈൽ. Smile. ചിരി. Chidi. വാഗ്ദത്തം പിടിച്ചു മേടിച്ചു. They claimed their promise. Amen. They claimed their promise. എങ്ങനെ മേടിച്ചു? How did they claim it? കാത്തിരുന്ന്, They waited for it. നോക്കിയിരുന്ന്, They looked at it. വീട്ടിൽ കൊണ്ടുവന്ന് They brought it in a house. പിടിച്ചു മേടിച്ചു. They took it അത് ഇന്ന് ചിലർ ചെയ്യാൻ പോകുക. forcefully. ഓ, Now somebody's going to do it in the life. Hallelujah. Forcefully. They're going to attain it. Amen. Oh, Shabalavaram Praise the Lord. Hallelujah. Hallelujah. ഞാനിവിടെ അവസാനിപ്പിക്കുക. I'm going to ഇന്ന് conclude. മുതൽ നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ Today ചിരിച്ചൊന്ന് morning, കാണാൻ പോകാൻ when you go back to smile, ഞാൻ ഒരു അവസരം കൂടി തരുന്നു. I'm giving one more എല്ലാരും chance. എന്നെ നോക്കുന്നു ചിരിച്ചേ. മേരി കുഞ്ഞ് നാക്ക് പുറത്തോട്ട് Please ഇടാണ്. smile at me. ചിരിക്കാൻ പറഞ്ഞ ചിരിക്കുമെന്നേ. പ്രൈസ് ദി ലോർഡ്. എന്ത് Smile സന്തോഷമല്ലേ? at me. അല്ല എന്ത് സന്തോഷമല്ലേ ചിരിക്ക്. How നമ്മുടെ happy കുടുംബത്തിൽ ചിരി തന്നെ എന്ത് സന്തോഷം. Amen. ആമേൻ. അവരോടൊക്കെ അത്ര ഫ്രീഡം ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങ് പറയുക, എന്ത് സന്തോഷമാണ്. ആമേൻ. കുഞ്ഞുങ്ങളോടൊത്ത് സന്തോഷിക്കുക. To rejoice. ദൈവം വാഗ്ദത്തം ചെയ്യും. He will fulfill your promise. നമ്മുടെ ആരുടെയും വീട്ടില് ആമേൻ, നമ്മുടെ ആരുടെയും വീട്ടിൽ മൂകത വേണ്ട. There should not be sadness in our house. ഒത്രം. Amen. പ്രൈസ് ദി ലോർഡ്. ദുഃഖത്തിന്റെ പാനപാത്രം പാടി ഒന്നും ആരും വീട്ടിൽ കുടുംബ പ്രാർത്ഥന എത്തിക്കണ്ട. Amen. ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Hallelujah. സന്തോഷിച്ചേക്കണം. Rejoice. ഇന്ന് മുതൽ പറയണം, എനിക്ക് ഇനി ദോഷമൊന്നും വരില്ല, നല്ലതേ വരും. From today onward, you say, no harm should happen for me. Everything for good. ആമേൻ.